എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കാടമുട്ട റോസ്റ്റും ഒരു വെറൈറ്റി ചിരട്ടപ്പുട്ടുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായ സാധനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട റോസ്റ്റാണ്. അപ്പോൾ കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള കുറച്ച് ഗരം മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 1-2 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ തക്കോലം, കുറച്ച് പട്ട, ഒരു ഗ്രാമ്പു. അപ്പോൾ ഇത്ര സാധനം ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഗരം മസാല നമുക്കൊന്ന് ഇതിലേക്കിട്ട് മൂപ്പിക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ നോക്കണം, പെട്ടെന്ന് മൂത്ത് വരും. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ സവോള ഒരുപാട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. റോസ്റ്റ് ആയതുകൊണ്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ പകുതി വാടിയാൽ മതി. അപ്പോൾ ഏകദേശം സവോള വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി തക്കാളി ചേർക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി വളരെ നല്ലതാണ്, നല്ല കളറ് കിട്ടും, എരിവ് കുറവായിരിക്കും. കുറച്ച് മല്ലിപ്പൊടി. വേറെ ചിക്കൻ മസാല ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഗരം മസാല പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ചിക്കൻ മസാല ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. റോസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന കാടമുട്ട ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കാടമുട്ട നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല,
ഇപ്പോൾ നന്നായിട്ട് കുറുകി കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് വാങ്ങാം. കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ടപ്പുട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുട്ടുപൊടി ഉപ്പും വെള്ളം ഒഴിച്ച് നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ നനച്ച് വെച്ച പൊടിയിലേക്ക് ചേർക്കേണ്ടത് ക്യാരറ്റും ബീട്രൂട്ടുമാണ്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് നനച്ച് വെച്ചേക്കുന്ന പുട്ടുപൊടി മാറ്റിയിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും ചേർത്തൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇത് കൂടാതെ ഞാൻ അതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ജീരകം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ജീരകവും ബീട്രൂട്ടും ക്യാരറ്റും മിക്സ് ചെയ്യും. പുട്ടിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതൊരു ചിരട്ടയിലേക്ക് മാറ്റാൻ പോവാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു ചിരട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പുട്ടുപൊടി ഇതിലേക്ക് നിറയ്ക്കാം. പകുതി നിറച്ചിട്ട് വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പുട്ടുപൊടി നിറയ്ക്കും. എന്നിട്ട് അവസാനം കുറച്ച് തേങ്ങ ഇടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ ഇട്ടു, അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പുട്ടുപൊടി ചേർത്ത് കൊടുത്തു. പകുതി ആയി കഴിയുമ്പോൾ വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കും. അതിനുശേഷം പുട്ടുപൊടി ഇട്ടിട്ട് മുകളിൽ വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ആവി വരുമ്പോൾ കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് മുകളിൽ ഇത് വെച്ച് കൊടുക്കും. കുക്കറിൽ ആവി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുട്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ പുട്ട് നിറച്ച ചിരട്ട നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കണ്ണുള്ള ഭാഗത്ത് എവിടെയെങ്കിലും ഒരു തുളയിട്ട് കൊടുക്കുക. അപ്പോൾ തുളയിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇതുപോലെ കുക്കറിൽ കറക്റ്റായിട്ട് ഇറങ്ങിയിരുന്നോളും. അപ്പോൾ ആവി നന്നായിട്ട് ചിരട്ടയിലേക്ക് കയറും. ഒരു 2-3 മിനിറ്റ് കൊണ്ട് പുട്ട് റെഡിയാവും. അപ്പോൾ മൂടി വെക്കണമെങ്കിൽ മൂടി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ മൂടി വയ്ക്കുന്നില്ല, മൂടി വെക്കേണ്ട ആവശ്യമില്ല, ഇത് പെട്ടെന്നാവും. അതുകൊണ്ട് ഞാൻ മൂടി വയ്ക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇതാണ് വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ ആവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് പുട്ട് പെട്ടെന്നാവും. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ചിരട്ടപ്പുട്ടാണ്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെറൈറ്റി ചിരട്ടപ്പുട്ടും നാടൻ കാടമുട്ട റോസ്റ്റും. അപ്പോൾ കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് കൊള്ളാം. അപ്പോൾ നമ്മളിതൊരു പിടുത്തം പിടിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളിയുണ്ട്, ഒരു രക്ഷയില്ല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും തേങ്ങയുടെയും നമ്മുടെ ഗരം മസാലയും എല്ലാം കൂടി ചേർന്നുള്ളൊരു അടിപൊളി കോമ്പിനേഷനാണ്. എന്താ ടേസ്റ്റ് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.